12 വയസ്സ്. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങളും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തു ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. കേട്ടോ, വ്യത്യസ്തങ്ങളാണ്. അപ്പോ പല ദാനങ്ങളുണ്ട്. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. വായിക്കും. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്നവരും പ്രവചിക്കുന്നതിനും, ശുശ്രൂഷാവരം ശുശ്രൂഷ നിർവഹണത്തിനും, അധ്യാപനവരം അധ്യാപനത്തിനും, ഉപദേശവരം ഉപദേശത്തിനും ഉപയോഗിക്കാം. ദാനം ചെയ്യുന്ന ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്ന തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്ന പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. കണ്ടോ? അപ്പൊ ഓരോ പ്രവചനവരം, ഈ പ്രവചനവരം കിട്ടുന്നത് കൊളോസ്യസ് 2:2-3 9 വാക്യം അത് വായിച്ച്. സ്നേഹത്താൽ പരസ്പര ബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധത്തിന്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഇത് അമ്മയിലോട്ട് വരും. വചനം വന്നു കഴിയുമ്പോൾ ജ്ഞാനത്തിന്റെ അറിവിനെ നിധി അമ്മയിലോട്ട് അറിഞ്ഞെത്താവും. അതോ 9 വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. പൂർണ്ണത മുഴുവൻ ഈശോയിലാണ് ദൈവത്തിന്റെ. അത് മുഴുവൻ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ 1 കൊരിന്ത്യർ 1:23-24 വാക്യത്തില് പൗലോസ് എന്താ പറയുന്നത് കേൾക്കാം. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതികൾക്കും പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അതാണ് പരിണാമത്തിലോട്ട്. ആ ജ്ഞാനവും ശക്തിയുമാണ് നമ്മളോട് ദൈവം തരുന്നത്. അതാണ് ഫിലിപ്പിയർ 3:21 പറയുന്നത്. നമ്മുടെ ബലഹീനമായ ശരീരത്തിൽ ദൈവം തന്റെ മാംസമുള്ള ശരീരമായി രൂപാന്തരപ്പെടുത്തി തരും. ഈ വചനത്തിന് ശക്തിയുണ്ട്. അതാണ് വചനത്തിൽ തന്നെ യോഹന്നാൻ 7:37-39 വചനത്തില് ജീവജലം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആളുടെ ഹൃദയത്തിൽ ജീവജലം ഒഴുകുമെന്ന് പറയുന്നതാണ്. ഈ ഒഴുക്ക് ഒഴുകി വെളുപ്പില്ല കേൾക്കുമ്പോൾ വധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ശക്തിയിലാണ് പിന്നെ എല്ലാം പ്രവർത്തിക്കുന്നത്. അതാണ് 1 കൊരിന്ത്യർ 1:18 കുരിശിന്റെ വഴി ശക്തിയുടെ വഴി എന്ന് പറയുന്നത്. നാശത്തിലൂടെ ചലിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പ്രോത്സാഹമാണ്. രക്ഷയിലൂടെ ചലിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്ര. ഈ ശക്തിയാണ് റോമ 1:16 പറയുന്ന വചനം. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഈ ശക്തിയാണ് നമ്മൾ ദൈവം തരുന്നത്. നമുക്ക് ആദ്യം കിട്ടുന്നത് എപ്പോഴും ഓർത്തുള്ള കരുണയാണ്, മത്സ്യം. പിന്നെ കിട്ടുന്നതാണ് കൃപ. കണ്ടോ? പിന്നെ കിട്ടുന്നതാണ് ശക്തി. അതങ്ങനെ സ്റ്റെഫാനസിനല്ല ആക്ട് 6 കൃപയും ശക്തി ഉണ്ടായി. കൃപാപരമായിട്ട് വരും. കൃപാപരം ശക്തി ഉണ്ടായിരുന്നു. ഈ ശക്തി കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ കൊളോസ്യസ് 1:29 ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി തരും. അനുഭവത്തിൽ കൂടിയാണ് എല്ലാം വെളിപ്പെടുത്തി തരുന്നത്. ഈ ശക്തിയിലാണ്. അതാണ് ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാണ്. 1 കൊരിന്ത്യർ 4:20 ഈ ശക്തിയിലാണ് ഈശോയെ പിതാവ് തന്നെ വലത്തുഭാഗത്തിരിക്കുന്ന. കേട്ടോ? ആ എഫേസ്യർ 1:17-23 വചനം വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട്, ജ്ഞാനത്തിന്റെ വെളിപാടിന്റെയും ആത്മാവിനെ പ്രദാനം ചെയ്ത് തരും നമുക്ക് ദൈവം. പിന്നെ തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ നയിക്കട്ടെ. അത് കിട്ടുമ്പോഴാണ് ഈശോയെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലോട്ട് പോകുന്നത്. കേട്ടോ? ഈ അറിവിലാണ്. ഈ അറിവാണ് നമ്മൾ കൊളോസ്യസ് 1:24-29 വരെ പറയുന്നത്. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഈശ്വരനെ പറ്റി, മറ്റുള്ളവരെ എല്ലാവരെക്കാളും കൂടുതൽ ഈശ്വരനെ പ്രഖ്യാപിക്കാൻ വെളിപ്പെടുത്തി കൊടുക്കാനും നമുക്ക് സാധിക്കുന്നത്. അത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരുന്നതാണ്. ഗലാത്യ 1:11-12 അത് ബുദ്ധിയിലൊന്നുമല്ല,
അതുകൊണ്ടാണ് പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ പറയുന്നത് 1 തെസ്സലോനിക്കർ 1:5 ദൃഢമായി ഈശ്വരനെ പ്രഖ്യാപിക്കുന്നത്. ഓറഞ്ചിന്റെ പ്രോസസ് പറയുന്നു. ഏതു തരത്തിലുള്ള പ്രത്യാശയ്ക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി ആന്തരിക നേത്രത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ ആന്തരികാത്മാവിന് ശക്തി കിട്ടണം. നമുക്ക് ബാഹ്യമായിട്ട് ക്ഷയിച്ചു പോകണം. ബാഹ്യമായിട്ടുള്ള 2 കൊരിന്ത്യർ 4:16-18 വരത്തില് ബാഹ്യമായിട്ട് എല്ലാം ക്ഷയിക്കും. ആന്തരികാത്മാവിനെ സ്നേഹം കൊണ്ടാണ് ശക്തിപ്പെടുത്തുന്നത്. വചനം പാലിക്കുമ്പോഴാണ് സ്നേഹം വരുന്നത്. എഫെസോസ് 3:16-19 ആന്തരികാത്മാവിനെ സ്നേഹം കൊണ്ട് ശക്തിപ്പെടുത്തും. അതാണ് ശക്തി വരുന്നത്. അത് വർദ്ധിച്ച് വരുന്നു. ഇനി വൈകി അതുവഴി അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമാണെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർത്തുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുഭാഗത്തെത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ഈ അതേ ശക്തി തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ പ്രത്യാശ നമുക്ക് മരണമില്ലെന്ന് പറയുന്നത് അതോ പൗരശേലം പറയുന്നത് കൊണ്ടാണ്. അതൊക്കെ വെളിപ്പെടുത്തി തരും. 2 കൊരിന്ത്യർ സാധ്യത 1-10 വനത്തില് ഈ കൂടാരത്തിലിരിക്കുന്ന കാലത്ത് ഞാൻ വെപ്പൻ കൊള്ളുന്ന ആ ഈശോയുമായിട്ട് ഒന്നിച്ചിരിക്കാനെന്ന് ഫിലിപ്പിയർ 1:20-23 വനത്തില് ആത്മാവ് ഈശോയുമായിട്ട് ഒന്നിച്ചിരിക്കാതെ അപ്പൊ ആത്മീയ വിഷയങ്ങളെല്ലാം വെളിപ്പെടുത്തി തരും ദൈവം. യോഹന്നാൻ 3:8 കാറ്റ് എങ്ങനെ വരുന്നു അതെങ്ങോട്ട് പോകുന്നു അതുപോലെയാണ് നമ്മുടെ ആത്മാവിനുള്ള ജന്മം. യോഹന്നാൻ 3:5 വചനത്തിൽ ജനിക്കുമ്പോൾ ആ ലോകത്തിന് ഇതൊന്നും അറിയാനും സാധിക്കില്ല. ആത്മാവിനുള്ള ജന്മം യോഹന്നാൻ 14:17 വായിക്കുന്നത്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപേക്ഷനാക്കി. അവൻ പറഞ്ഞ പോലെ ഈ വെളിപ്പെടുത്തലും ഈ ജ്ഞാനവും എല്ലാം തമ്മിൽ വരുമ്പോഴാണ് ഈ 1 കൊരിന്ത്യർ 14 ആ 22-24 വരത്തില് മിസ്റ്റർ പൗലോസ് പറയുന്നത് വിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. പ്രപഞ്ചമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല വിശ്വാസികൾക്ക് വേണ്ടിയുള്ളത്. ആകെ സമൂഹങ്ങളെ സമ്മേളിച്ചേക്ക് ഓരോരുത്തരും ഭാഷാവരത്തോടെ സംസാരിക്കുന്നതായി അജ്ഞനോ അവിശ്വാസം. അതായത് നമ്മളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ഭാഷാവരത്തിൽ പറയുകയാണ്. കേട്ടാലും കഴിയും ഇത് ഭ്രാന്താണ് അല്ലേ? കർത്താവ് ഭാഷാവരം വിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നാം പ്രവചിക്കുന്നത് പെട്ടെന്ന് വേഗം അളക്കുന്നു. ഒറ്റ പ്രവചനം അതോ ചിലർ പറഞ്ഞ് ഒറ്റ പ്രവചനം അത് കൃപയാണ്. ഈ കൊളോസസ് 2:2 ആ ദൈവീച്ചാനെ എല്ലാം നമ്മൾ വരുമ്പോഴാണ് അവിടെ പെട്ടെന്ന് അറിയാൻ സാധിക്കും. അവർ ചോദിക്കും നിങ്ങൾക്ക് ആ പെട്ടെന്ന് നമ്മുടെ ഭാഷയിൽ ആ പ്രവചനം കൊടുക്കും. പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കുള്ള വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ളത്. ആയാൽ സഭ മുഴുവൻ സമ്മതിച്ചിരിക്കെ ഓരോരുത്തരും ഭാഷാപരത്തിൽ സംസാരിക്കുന്നതായി അച്ഛനോ അവിശ്വാസികളോ വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയും ചോദിക്കുകയാണ്. എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അച്ഛനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ ഇരിക്കാനും പരിശോധിക്കാനും ഗതിദേശങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. ഇരിക്കുമ്പോ ഒരു രഹസ്യമെന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സാന്തരം കിട്ടും. കണ്ടോ? അതിനാണ് പ്രവചനവരം. ഈ പ്രവചനവരം യേശുവിന്റെ ആത്മാവാണ്. വെളിപാട് 19:10. അതുകൊണ്ടാണ് അത് കോലാഹലത്തിന്റെ ദൈവമല്ലെന്ന് പറയുന്നത്. ആ 1 കൊരിന്ത്യർ 14:32-33 വാക്യത്തില് പ്രവാചകന്റെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. എന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. അപ്പൊ കർത്താവിന്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വെളിപാട് 15. ഈ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രവചിക്കുന്നത്. അപ്പൊ പ്രവചിക്കണമെങ്കിൽ നമുക്ക് നല്ല ദൈവീജ്ഞാനം വേണം. കേട്ടോ? വചനത്തിന്റെ ശക്തി
അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്രവചനം ഉടനെ മനസ്സിലാക്കുക. ഉദാഹരണം, നമ്മുടെ കൂടെയുള്ള വർഗീസ് ബ്രദർ ആ പിന്നാലത് പെട്ടെന്ന് ഞാൻ വിളിക്കുകയാണ്, വർഗീസ് കണ്ട് വാങ്ങും പേരിക്കറിയാമോ? കണ്ടോ ആ ബുദ്ധിയിലാണോ? വർഗീസ് നീങ്ങോട്ട് വാങ്ങുന്ന വിളിച്ചത്, വർഗീസ് ഇങ്ങോട്ട് വാങ്ങുന്ന വിളിക്കാത്തത് വർഗീസ് വേറെ ഇത് എന്റെ പേരെങ്ങനെ അറിഞ്ഞു? കണ്ടോ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിക്കുകയാണ്. ആ വർഗീസ് വന്നു, വർഗീസിന്റെ ഇതാണ് പ്രവചിക്കുന്നത്. ഒറ്റപ്പെടുത്തമാണ് ഒരു വാക്കിൽ മത്തായിയുടെ ഒരു വാക്ക് ചിരിച്ചാൽ മതി എന്ന് പറയുന്നത് വചനം. അതുപോലെ തന്നെ അത് ആത്മാവിന്റെ പ്രേരണയാണ്. ദൈവീയ ജ്ഞാനം ഒളിഞ്ഞെടുക്കുന്ന ആർക്കാണ്? ഈശ്വരൻ. ദൈവത്തിന്റെ സകലം അടങ്ങിയിരിക്കുന്ന ആർക്കാണ്? 1 കൊരിന്ത്യർ 1:24. എന്താണ് 1 കൊരിന്ത്യർ 1:24? ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈശ്വരൻ. അതാണ് ജ്ഞാനം പിതാവ് ഒന്നാണ്. യോഹന്നാൻ 10:30 വ്യത്യാസമുണ്ടോ? ഇല്ല. നിങ്ങൾ എന്നെ കണ്ട ആരെ കാണുന്നു? പിതാവിനെ. യോഹന്നാൻ 8:19 ഞാനാണ് വഴി സത്യജീവൻ. യോഹന്നാൻ 14:6. മത്തായി 10:40 എന്താ പറയുന്നത്? ലൂക്കാ 10:16 നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഒന്നാണ്, ഒരു വ്യത്യാസമില്ല. കണ്ടോ? ഞാൻ ഈശോ പറയുന്നു ഞാൻ പിതാവുന്നാണ്. യോഹന്നാൻ 12:44 50 വനത്തില് ഞാൻ പിതാവ് ഒന്നാണെന്ന്. എന്റെ പ്രബോധനം എന്റെ പിതാവിന്റെ ആണെന്ന് യോഹന്നാൻ 7:16-15 എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവന്റെ അത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനെ അനീതിയില്ല. അതുപോലെ വളരെ മുമ്പ് ഏത് സത്യദൈവമായ അവിടത്തെയും അങ്ങനെ യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 14:1 നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാക്കണം, നിങ്ങളെങ്കിലും എന്നെ അയച്ചവനെ വിശ്വസിക്കുക. ഒന്നാണ്. അവിടെ ആ ശക്തിയിൽ നിന്ന് പുറപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വരുമ്പോൾ നമ്മൾ മാറി. മത്തായി 10:19-20 പിന്നെ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയണം, എന്ത് ചെയ്യണം ഏതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടാനില്ല. അന്ന് കേരളം പറഞ്ഞു ലൂക്കാ 21:14-15 ധൈര്യപൂർവ്വം നിങ്ങൾ പറഞ്ഞു. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടും? അതാണ് എല്ലാം ദൈവം തരുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ് ചെറിയ പ്രവാചകൻ ആ 1:14 4 തൊട്ട് 11 വനത്തില് ഇടിച്ച് തകർക്കാനും പണ്ടം മറിക്കാനും പിന്നെ നാട്ടു വളർത്താനും എല്ലാം പ്രയാസം സ്ഥാപിക്കുന്നു. കണ്ടോ? ഈ വചനം വന്നാൽ പിന്നെ ആരിനും സാധ്യമല്ല. എല്ലാവരും അറിയണോ? ലോകത്തെ സകലരും പ്രവാചകൻ പറയുക അവരെന്ത് വേണമെങ്കിലും കൂടിയാലോചിച്ചുണ്ട്, ഒന്നും നടക്കില്ല. യെശയ്യാ 8:10 യെശയ്യാ 54:17 ഒരാഴ്ചയും നിനക്കെതിരെ പ്രയോഗിച്ച് നടക്കില്ല. നടക്കുമോ? അവരിൽ നിന്ന് പരാജയപ്പെടും. യുദ്ധം ചെയ്ത് അവസാനം അവർ തകർന്നു പോകും. ദൈവം സമ്മതിക്കില്ല ദൈവത്തിന്റെ ആത്മാവത്താൽ. അതാണ് റോമ 8:32 പറയുന്നത്. സ്വന്തം മകനെ തരാൻ കൂടി ദൈവം തിരിഞ്ഞെങ്കിൽ ബാക്കിയുള്ളതെല്ലാം തരാതെ വന്നാണ് പിതാവ് എല്ലാം നമുക്ക് തരും. അവർ ഈ പ്രവചനം വരാൻ കിട്ടുന്നത് എല്ലാം പെട്ടെന്ന്. ചിലപ്പോ ഞാനെനിക്ക് പൊതുവെച്ച് വെച്ച് ഒരു പ്രാർത്ഥന യോഗത്തിൽ വെച്ച് ആ പ്രാർത്ഥന യോഗത്തിൽ ഡിസ്ട്രിക്ട് പെണ്ണുകൊണ്ട് വന്നു. സഹോദരി കുട്ടിക്ക് മുഴുവനും നമ്മുടെ തമിഴ്നാട്ടിലെ കടന്നു വന്നപോലെ ആഗ്രഹിച്ച് അവരുടെ മുല്ലപ്പൂ മാസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭയങ്കര ഡിസ്റ്റർബ് വന്നു കയറി കഴിഞ്ഞാൽ അരികെ അപ്പൊ അറിയാൻ സാധിക്കും. അപ്പൊ എന്തിച്ച്
ആ പേരിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വേണം വേണ്ടെന്ന് കർത്താവ് പറയും, അതേ കൈവെക്കണം വേണ്ട. ഞാൻ പിന്നെ ഒറ്റ ചോദ്യം ചോദിച്ചു, അത് ജ്ഞാനം ഉപയോഗിച്ചില്ല, ജ്ഞാനത്തിന്റെ അറിവിന്റെ വചനമാണ് ജ്ഞാനം. അത് ഈ കർത്താവിന്റെ വചനമാണ്. ഈ ക്ലോസ് 2:8-3-9 എനിക്ക് ഇപ്പോഴുള്ളത് മൂന്നാമത്തെ ഭർത്താവാണെന്ന് ചോദിച്ച ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് ഞാൻ ഇരുന്നു പോയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രാർത്ഥനയിലേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ആ വീട്ടുകാരനോട് ചോദിക്കുകയാണ്, എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മൾ ഇത് എനിക്കറിയാം ആരാണ്. ഇത് ഈ പ്രവചനം പരമാണ്, കൃപയാണ്. ഇത് ആ സമയത്ത് ദൈവം പറയിപ്പിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? ബുദ്ധിയിലല്ല, അത് ദർശനമല്ല, വചനത്തിന്റെ ശക്തിയാണ്. ഇതാണ് പ്രവചനം. ഈശോയുടെ ആത്മാവാണ് വെളിപാട് 19:10 ഇനിയും വയത്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കരുതൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, കരുതൽ, ഞാൻ നിന്റെ ഒരു സഹദാസനാണ്. യേശുവിന് സാക്ഷി നൽകുന്ന നിന്റെ സഹോദരങ്ങളെ നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ്. കണ്ട പ്രവചനത്തിന്റെ ആത്മാവ്. അതുപോലെ തന്നെ നമ്മൾ പ്രവചിക്കുന്ന വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചാൽ യാക്കോബ് 5 ആ 18